അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് മഹാദുരന്തമോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അമേരിക്ക ഇറാൻ സൈനിക ശക്തി താരതമ്യം ചെയ്യുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന ഒരു പഴയ പകൽക്കിനാവുണ്ട്. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ആണവ വിമാനവാഹിനി കപ്പലുകളും കൈവശമുള്ള അമേരിക്ക സാങ്കേതികമായി പിന്നിലായ ഇറാനെ നിമിഷങ്ങൾക്കുള്ളിൽ കീഴടക്കുമെന്ന ധാരണ. കേൾക്കാൻ ആകർഷകമായ ഈ കഥ യുദ്ധത്തെ ഒരു വീഡിയോ ഗെയിമിന്റെ ലെവലുകളിലേക്കോ ആയുധ നിർമ്മാതാക്കളുടെ ബ്രോഷറുകളിലേക്കോ ചുരുക്കുന്ന ഒരു ലളിതവൽക്കരണമാണ്. യാഥാർത്ഥ്യത്തിൽ യുദ്ധം ഒരു ബട്ടൺ അമർത്തിയാൽ അവസാനിക്കുന്ന പ്രക്രിയയല്ല. അത് ദീർഘകാല തന്ത്രങ്ങളുടെ, ഭൂമിശാസ്ത്രത്തിന്റെ, രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ, മനുഷ്യ സാങ്കേതിക സഹിഷ്ണുതയുടെ സങ്കീർണമായ കൂട്ടിച്ചേർക്കലാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ട് ആവർത്തിക്കുന്ന എളുപ്പജയമെന്ന വാദമാണ് യുദ്ധഭൂമിയിൽ പലതവണ പൊട്ടിത്തെറിച്ചിട്ടും ഇന്നും പാശ്ചാത്യ വിശകലനത്തിൽ ഒരു പഴയ പകൽക്കിനാവായി നിലനിൽക്കുന്നത്. വ്യോമശേഷിയിലേക്ക് നോക്കിയാൽ ഇറാൻ ഇന്നും 1970കളിൽ രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളെ ആശ്രയിക്കുന്നുവെന്നത് സത്യമാണെങ്കിലും അവയെ പഴയതും പ്രയോജനമല്ലാത്തതുമെന്ന് വിശേഷിപ്പിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ഉപരോധങ്ങളുടെയും സാങ്കേതിക വിലക്കുകളുടെയും ഇടയിൽ പുതിയ പ്ലാറ്റ്ഫോമുകൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള സംവിധാനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇറാൻ സ്വീകരിച്ച യാഥാർത്ഥ്യബോധമുള്ള സമീപനം. ഈ നിർബന്ധിത സ്വയം പര്യാപ്തത തന്നെ കാലക്രമേണ ഒരു തന്ത്രപരമായ നേട്ടമായി മാറിയിട്ടുണ്ട്. പാശ്ചാത്യ സഹായവും അപ്ഗ്രേഡുകളും പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിട്ടും ഒരു വ്യോമസേന പ്രവർത്തനക്ഷമമായി നിലനിർത്തുക എന്നത് വെറും സാങ്കേതിക പ്രശ്നമല്ല, അതൊരു രാഷ്ട്രീയവും സംഘടനാപരവുമായ നേട്ടമാണ്. ഇറാൻ ഇപ്പോഴും F-14 ടോം ക്യാറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഏക രാജ്യമാണെന്നത് പലപ്പോഴും പരിഹാസത്തോടെ പറയപ്പെടാറുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ ഒരു അടിസ്ഥാന തെറ്റിദ്ധാരണയുണ്ട്. ഈ വിമാനങ്ങൾ ഇന്നും 1970കളിലെ അവസ്ഥയിൽ തന്നെയാണെന്ന ധാരണ. യാഥാർത്ഥ്യത്തിൽ ആഭ്യന്തരമായി വികസിപ്പിച്ച ഏവിയോണിക്സ്, മിസൈൽ ഇന്റഗ്രേഷൻ, പരിപാലന, സ്പെയർ പാർട്ട് സൊല്യൂഷനുകൾ എന്നിവയിലൂടെ ഇവയെ ഇറാൻ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ഇവയെ ഫ്രണ്ട് ലൈൻ ഡോഗ് ഫൈറ്റിനായി ഉപയോഗിക്കണമെന്നില്ല, മറിച്ച് ദീർഘദൂര നിരീക്ഷണവും ഇന്റർസെപ്ഷനും ചെയ്യുന്ന ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്കിന്റെ ഭാഗമായാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നതാണ് ഇവയുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഓരോ വിമാനത്തെയും ഒറ്റയ്ക്ക് അളന്ന് പഴയത് പുതിയത് എന്ന കണക്കുകൂട്ടൽ നടത്തുന്നത് യുദ്ധശാസ്ത്രപരമായി അപര്യാപ്തമാണ്. മറിച്ച് വിലയിരുത്തേണ്ടത് അവ ചേർന്നു നിൽക്കുന്ന മൊത്തം പ്രതിരോധ ഘടനയെയാണ്. സ്റ്റെൽത്ത് ശേഷിയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ മുൻതൂക്കം എന്ന വാദം ഭാഗികമായി ശരിയാണ്. F-35, F-22 പോലുള്ള വിമാനങ്ങൾക്ക് കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ടെന്നും അവയെ കണ്ടെത്താൻ പരമ്പരാഗത റഡാറുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും സംശയമില്ല. എന്നാൽ സ്റ്റെൽത്ത് എന്നത് അദൃശ്യമാകലല്ല, മറിച്ച് കണ്ടെത്താൻ വൈകുക എന്നത് മാത്രമാണ്. ഇറാൻ ആശ്രയിക്കുന്നത് ഒരേ ഒരു റഡാർ സിസ്റ്റത്തിലല്ല, പകരം വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കുന്ന റഡാറുകൾ, പാസീവ് ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ, ഭൂമിശാസ്ത്രപരമായ മറവുകൾ, ഡീകോയ് തന്ത്രങ്ങൾ എന്നിവയുടെ സംയോജനത്തിലാണ്. ഇതിലൂടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പൂർണ്ണമായും തടയാനാവില്ലെങ്കിലും അവയുടെ ദൗത്യങ്ങൾ കൂടുതൽ അപകടകരവും ചിലവേറിയതുമാക്കാൻ ഇറാന് സാധിക്കും. യുദ്ധത്തിൽ അവയെ തടയുക എന്നതിലുപരി അവരുടെ ചിലവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവിടെ പ്രധാനമായും ലക്ഷ്യം. ഇതേ ചിന്താധാരയാണ് ഇറാന്റെ നാവിക കണക്കുകൂട്ടലിലും വ്യക്തമായി കാണുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന USS എബ്രഹാം ലിങ്കൺ അമേരിക്കൻ നാവികസേനയുടെ ഫ്ലോട്ടിംഗ് എയർബേസ് ആണ്. 1,00,000 ടണ്ണിലധികം ഭാരം, പതിറ്റാണ്ടുകളോളം ഇന്ധനം നിറയ്ക്കാതെ പ്രവർത്തിക്കാനുള്ള കഴിവ്, ആകാശത്ത് നിന്നും കരയിലേക്കുള്ള ആക്രമണശേഷി, ഇവയെല്ലാം സാങ്കേതികമായ ഒരു അത്ഭുതമാണ്. എന്നാൽ യുദ്ധം സാങ്കേതിക അത്ഭുതങ്ങളുടെ പ്രദർശനം മാത്രമല്ല എന്നതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ചുരുക്കത്തിൽ വ്യോമശേഷിയും നാവിക ശക്തിയും ഒരേ നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. വലിപ്പവും സാങ്കേതിക മികവും മാത്രം യുദ്ധത്തിന്റെ വിധി നിർണ്ണയിക്കുന്നില്ല. ഇറാൻ US-നോട് തുല്യമായ സ്റ്റെൽത്ത് ജെറ്റുകളോ ആണവ വിമാനവാഹിനി കപ്പലുകളോ നിർമ്മിക്കാൻ ശ്രമിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യ ബോധമുള്ള തീരുമാനമാണ്. പകരം ഒരു ആക്രമണം ഉണ്ടായാൽ അത് ചിലവേറിയതും അപകടകരവും രാഷ്ട്രീയവുമായി സങ്കീർണവുമാക്കുക എന്നതാണ് തന്ത്രം. അതുകൊണ്ട് തന്നെ ഇറാനെ നിമിഷങ്ങൾക്കുള്ളിൽ കീഴടക്കാമെന്ന വാദം യുദ്ധചരിത്രവും ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും വീണ്ടും തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു പഴയ പകൽക്കിനാവ് മാത്രമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.